ഹായ് ആമിസേ, ഒരു സീരിയസ് കാര്യം പറയാം. നമ്മുടെ ചാനലിനെ പറ്റിയിട്ടും വീഡിയോസിനെ പറ്റിയിട്ടും അധികം വലിച്ചു നീട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജായ പപ്പിൾ ക്രഷ് വീഡിയോസിൽ വന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ റിപ്പോർട്ട് തന്നെ ആയിരിക്കും. എന്തോ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ തുടക്കം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ മിക്ക വീഡിയോസിലും ഒറ്റ നെഗറ്റീവ് ആയിട്ട് കമന്റ് വന്നിട്ടുള്ളൂ. എന്റെ വോയിസിന് ക്ലാരിറ്റി ഇല്ല, ക്ലിയർ ആവുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നൊരു കമന്റ് മാത്രമേ വന്നിട്ടുള്ളൂ നെഗറ്റീവ് ആയിട്ട്. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചുകൊണ്ട് കറക്റ്റാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാം. പക്ഷെ അപ്ലോഡ് ചെയ്യുന്ന ടൈമില് ഒരുമാതിരി മനസ്സിലാവാത്ത രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് പല ആപ്പുകൾ യൂസ് ചെയ്തു, പല വെബ്സൈറ്റുകൾ യൂസ് ചെയ്തു, നോയ്സ് റെഡ്യൂസർ വെച്ച് നോക്കി, മൈക്ക് വെച്ച് നോക്കി, ഹെഡ്സെറ്റ് വെച്ച് നോക്കി, ഫോൺ മാറ്റി നോക്കി, ഒരു രക്ഷയില്ല. അതിനുവേണ്ടി ആദ്യമൊക്കെ ഞാൻ പലരെ ഹെൽപ്പിന് വിളിച്ചു നോക്കി. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് സ്റ്റോറി തന്നെ മാറ്റി കളയും. നമ്മൾ കൊടുക്കുന്ന ഡയലോഗേ ആയിരിക്കും ഇതുമായിട്ട് തിരിച്ചയക്കുന്നത്. അവരുടെ ഇഷ്ടത്തിന് അവരറിയാൻ മാറ്റി നമ്മളൊരു സംഭവം ചെയ്യുന്നത് ആ ഒരു ഡയലോഗ് വെച്ച് കറക്റ്റ് ഇമോഷണൽ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അവരവരുടെ ഇഷ്ടത്തിന് അത് മാറ്റും. പിന്നെ അന്നത്തെ കാലം നമ്മൾ കൊറോണ ടൈമാണ്, പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും എല്ലാം ഓൺലൈൻ ആയിരുന്നു. അപ്പോ എന്തൊരു സമയം ഉണ്ടെങ്കിൽ പോലും അവരവരുടെ തോന്നി കഴിക്കണം. അവർ തിരിച്ച് നമുക്ക് വോയിസ് അയച്ചുകൊണ്ടിരുന്നത് എനിക്ക് മൂടില്ല, എനിക്ക് പിന്നെ ചെയ്യാം, ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറയും. പക്ഷെ നമുക്ക് തിരിച്ചു കഴിഞ്ഞ് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറയാൻ നമുക്ക് തോന്നത്തില്ല. ഞാൻ അങ്ങനെ പല ആൾക്കാരെ വെച്ച് നോക്കി, ഒരു രക്ഷയില്ലാതായപ്പം ഒന്ന് രണ്ട് വീഡിയോസ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ലാതായപ്പോൾ ഞാൻ തന്നെ പിന്നെയും ചെയ്യാൻ തുടങ്ങി. വീണ്ടും അതേ കമന്റ് തന്നെ വന്നു തുടങ്ങി, ക്ലിയർ ആവുന്നില്ല. അപ്പൊ ഞാൻ ക്ലോസ് ആയിട്ടുള്ള രണ്ടു മൂന്ന് നേരം വെച്ചു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ ക്ലാസ് തുടങ്ങി, കോളേജ് തുടങ്ങി, അവർക്ക് ഒരുപാട് അസൈൻമെന്റ് പഠിക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ പോലെ അല്ല, ഭയങ്കരമായിട്ട് വർക്ക് പ്രഷർ കൂടുതലാണെന്ന് ഇപ്പൊ എല്ലാരും പറയണത് കറക്റ്റാണെന്ന് എനിക്കും തോന്നി. കുട്ടീനെ എക്സാംസ്, ക്ലാസ് ടെസ്റ്റ്, ഭയങ്കരമായിട്ട് വർക്ക് കിട്ടുക കാര്യങ്ങളൊക്കെ പരാതിയായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ അടുത്ത് ചെയ്ത് ചെയ്തതായെന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ നമുക്കൊരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല. പണ്ടത്തെ പോലെ തന്നെ ഇപ്പൊ അത് ചെയ്തെത്തുള്ളൂ. എനിക്ക് ഇപ്പൊ ജോബിൽ കയറാൻ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരാളുടെ കൂടെ ആയിരിക്കാം നിൽക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലം സെറ്റ് അല്ലെങ്കിൽ എനിക്ക് റബ്ബ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നു. അപ്പം എല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആവുകയില്ല, അത് കാരണമാണ്. ഇപ്പോഴത്തെ സ്റ്റോറിയിലാണെങ്കിൽ പല ആൾക്കാരെ വെച്ചിട്ട് ചെയ്യണം, ഞാൻ തന്നെ ചെയ്ത് കഴിയുമ്പോഴെല്ലാം ഒരേ വോയിസ് കുറച്ചാണ് ഇരിക്കുന്നത്. അതൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അതിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണേ. ഈ പല വോയിസ് വെച്ചിട്ട് ചെയ്യുന്ന എഫ് ഒന്ന് നിർത്തിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു ഇതിലെത്തിയിട്ടില്ല. പാട്ട് നിർത്തിയിട്ട് സ്റ്റോറി പറഞ്ഞു പോകുന്ന രീതിയിലുള്ള വീഡിയോസ് ഇട്ടാലോ എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ മൂവി എക്സ്പ്ലനേഷൻ പോലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, ആ സ്റ്റോറീനെ അതിൻ്റെതായ രീതിയിൽ അതിന്റെ എല്ലാ ഇമോഷൻ കൊടുത്ത് ഒറ്റ വോയിസില് കംപ്ലീറ്റ് ആ സ്റ്റോറി പറഞ്ഞു തരുന്ന രീതിയിൽ ചെയ്താലോ. അതായത് വാട്ട്പാടിലൊക്കെ നമ്മൾ സ്റ്റോറി വായിക്കില്ലേ, ഒരു ബുക്ക് വായിക്കില്ലേ, അതുമാതിരി ചെയ്താലോ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കില്ല. മറ്റേത് നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു വരുമ്പോൾ നമ്മുടെ കാര്യത്തിൽ പോലെ ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ ഹെൽപ്പ് ആണെങ്കിൽ രണ്ട് ലൈൻ ചെയ്യണം. അതായത് നമുക്ക് ഷോർട്സ് ആയിട്ട് പല ഓണത്തിന് ചെയ്തിട്ടിടാം. പക്ഷെ ഒരു എപ്പിസോഡ് ഫുള്ള് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സ്കോപ്പ് അല്ല. അതിന്റെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ എല്ലാം ആയാലും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. മറ്റേതാകുമ്പോൾ നമുക്ക് വോയിസ് ചേഞ്ചർ വെച്ചിട്ട് വോയിസ് മാറ്റാൻ പറ്റില്ല. ഈ വോയിസ് തന്നെ നമുക്ക് ആ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് എനിക്ക് അറിയണ്ടേ. അങ്ങനെ ചെയ്യണോ അതോ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് സംശയം. എന്താ വേണ്ടതെന്നൊന്നും പറയാം. എല്ലാവരും വീഡിയോ കാണില്ല, സ്റ്റോറി ഒന്നും കാണാത്തില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. പ്രശ്നം